പെരുമ്പാവൂരിൽ മയക്കുമരുന്നിന്റെ ലഹരിയിൽ വാഹനങ്ങളെയും നാട്ടുകാരെയും ആക്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി. റോഡിലൂടെ പോയ കാർ തല്ലിപ്പൊളിച്ച ഇയാൾ മറ്റുള്ളവരെ ആക്രമിക്കാനും ശ്രമിച്ചു. തുടർന്ന് സ്വയം തലതല്ലി തകർക്കാൻ ശ്രമിച്ച അക്രമിയെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്? ഈ ഒരു വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലം കൂടിയാണ്. അടുത്തിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തുഫാൻ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കുറേ അധികം ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും മറ്റുമുണ്ടായത്. എന്നിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ അവിടെ തുടരുന്നു എന്നതാണ് ഖേദകരം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു അക്രമി ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് സമീപത്ത് കണ്ട വാഹനങ്ങളെല്ലാം തകർക്കുകയും ഒപ്പം തന്നെ ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് PP ലിങ്ക് റോഡിലേക്കുള്ള വഴിയിൽ വെച്ചാണ് ഇയാൾ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. ഇതിൻ്റെ ഭാഗമായി നിരവധി വാഹനങ്ങൾ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ അക്രമി സ്വയം തല അടിച്ചു പൊട്ടിക്കുകയും നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി ഇയാളെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ലഹരി ഉപയോഗിച്ച് അവിടെ അക്രമങ്ങൾ നടത്തുന്നത് ഇതിനു മുമ്പും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതൊരു പതിവായി തന്നെ മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇത്തരത്തിൽ വലിയ പരിശോധനകൾ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും അയാളെ ഇപ്പോൾ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അക്രമി ഏത് സംസ്ഥാനക്കാരനാണെന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അയാൾ വാഹനത്തിൽ കോഴിയെ കയറ്റുന്ന ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ബീന റാണിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.